അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതൊരു ആശയത്തിന്റെ മേലാണോ പടുത്തുയർത്തപ്പെട്ടത്, പിന്നെ ആ പ്രസ്ഥാനം ആ ആശയത്തിന്റെ മേലെ നിലകൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ മട്ടം. വഹാബി പ്രസ്ഥാനം ലോക മുസ്ലിമീങ്ങളെ മുഷ്ടിക്കാക്കുക എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അതില്ല എങ്കിൽ പിന്നെ വഹാബി പ്രസ്ഥാനം ഇല്ലല്ലോ. ഖവാരിജത്തിൽ നിന്നും ആ ദൗത്യം ഏറ്റെടുത്തിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് പുതിയ ഒരു പ്രത്യയ ശാസ്ത്രത്തിന് രൂപപ്പെടുത്തിയെടുത്ത് അതിൻ്റെയൊക്കെ അടിത്തറ മുസ്ലിമീങ്ങളെ മുഷ്ടിക്കാക്കുക എന്നുള്ളതാണ്. അത് വഹാബികൾ അന്നും ഇന്നും ഇനി എത്ര കാലമുണ്ടോ അത് എന്നും തുറന്നുകൊണ്ടിരിക്കണം. എന്നാലേ അത് വഹാബികളാവുകയുള്ളൂ. കാരണം അവര് അതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വഹാബിസം. മുസ്ലിമീങ്ങളെ മുഷ്ടിക്കാക്കുക എന്നതാണ് അതിന്റെ പ്രധാന അജണ്ട. ഇപ്പതാ ഒരു മൗലവി വഹാബി സ്റ്റേജുകൾ ഉപയോഗപ്പെടുത്തിയിട്ട്, എല്ലാവർക്കും അറിയുന്ന മൗലവി തന്നെ, പല വിഷയങ്ങൾക്ക് പണ്ട് വിവാദമായ മൗലവി, നമുക്കറിയാം മസ്ജിദുൽ അഖ്സ ഫലസ്തീനിൽ എല്ലാ മുഅ്മിനീങ്ങളും അല്ലാത്തവരും മനുഷ്യർ മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നടക്കുന്ന അധിനിവേശമാണ്. ആ രൂപത്തില് ഫലസ്തീനികളെ കിരാതനമായ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന ഇസ്രായേലിന്റെ തോന്നിവാസങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചൊരു മൗലവിയാണ് ആര്? ഈ മൗലവി. ആ പ്രഭാഷണം അവിടെ വിടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇയാൾ പറഞ്ഞത്, മസ്ജിദുൽ അഖ്സയിൽ ജൂതൻ കയറിനിറങ്ങിയാലും അത് ഹമാസിന്റെ കയ്യിലോ ഫലസ്തീനികളുടെ കയ്യിലോ ആ ഖുദ്സ് വരാൻ പാടില്ല എന്ന് പ്രസംഗിച്ച ഈ അബ്ദുള്ള ചുവേലി മൗലവി എത്രത്തോളം ഒരാൾ ഡോക്ടർ അടുത്ത് പോയി രണ്ടാമത് അതേ ഡോക്ടർ തന്നെ പോയാല് അവൻ ഇസ്ലാം എന്ന ഔട്ടാണ് എന്നുള്ള ലോകോത്തര മണ്ടത്തരം പ്രസംഗിച്ച സാക്ഷാൽ ചുവേലി അബ്ദുള്ള മൗലവി. ആ മൗലവിയാണ് ഇപ്പോ അയാളെ മനസ്സിലുള്ളതും കേരളത്തിലെ മൊത്തം വഹാബികളുടെ മനസ്സിലുള്ള എല്ലാ ആശയങ്ങളും കൂടി ഒറ്റ ഛർദിക്കലാണ്. അതൊന്ന് കേട്ടോളി. മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലോ? ഇല്ല, വല്ലാഹി ഇവര് മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് ഇരിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് ഇരിക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് ഇരിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്നത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ചയാണ്. കാരണം ഇത് തള്ളിപ്പറയാൻ വഹാബികൾക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം വഹാബികൾ അന്നും ഇന്നും, ഞാൻ പറഞ്ഞല്ലോ, എന്നും ഈ ആശയത്തിന്റെ മേലാണ് അവരുള്ളത്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും സുന്നികൾക്കെതിരെ ശിർക്കാരോപണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാര് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അസ്ലിം തസ്ലം എന്ന് എഴുതിയ കെ ഉമർ മൗലവിന്റെ ആൾക്കാരാണ് ഇവര്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ എന്നിവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ ഫൈൻ അതാഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ, ഇവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി വെച്ച വഹാബികളാണ്. അപ്പോൾ അതൊന്നും അവിടെ കൊണ്ടുവരുന്നില്ല, ഇവർക്ക് ഇത് മാറ്റാൻ കഴിയില്ല. അതുപോലെ എല്ലാ സമയത്തും കിട്ടുന്ന സമയങ്ങളിലൊക്കെയും മുസ്ലിമീങ്ങളെ മുഷ്ടിക്കാക്കുന്ന പ്രഭാഷണങ്ങളും അതിനുവേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ട പ്രത്യയശാസ്ത്രവുമാണ് ഇവരുടേത്. വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം സുന്നി മക്കളെ കണ്ടാൽ, മദ്രസയിൽ പോകുന്ന ചെറിയ മക്കളെ കണ്ടാല് നമ്മുടെ ഈ പറങ്കിമാവിൽ നിന്ന് അണ്ടി ഊരുന്നത് പോലെ അവരുടെ തല മുരണ്ടിട്ട് അവിടെ കൊന്നുകളയണം
എന്ന് പ്രസംഗിച്ച വഹാബികൾ അല്ലേ? കാരണം അവർക്ക് പരിചയമുള്ളതാണ്. മക്കയിലും മദീനയിലും കർബലയിലും ഒക്കെ അവരത് നല്ലോണം നടത്തിയതാണ്. അവിടെ ഹുസൈൻ തങ്ങളുടെ മക്ബറ കൊന്നു കളഞ്ഞതും ധാരാളം ലക്ഷക്കണക്കിന് സുന്നികളെ വകവരുത്തിയതും ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലേഖനം അവിടെ കൊണ്ടുവരുന്നില്ല. അതുപോലെ മക്കയും മദീനയിലും ധാരാളം മഹാന്മാരുടെയും സഹാബത്തിന്റെയും ഖബർ പൊളിക്കുകയും അവരെയൊക്കെ മുഷ്ടിക്കാക്കുകയും അവിടെയുള്ള ധാരാളം പണ്ഡിതന്മാരെ കൊല്ലുകയും ചെയ്ത പ്രസ്ഥാനമാണ് വഹാബികൾ. അപ്പോ മുഷ്ടിക്കീങ്ങളെ കൊല്ലൽ പ്രത്യേകം പ്രതിഫലമുള്ളതാണ് എന്ന് വരെ ഇവർ എഴുതി വെച്ചു. കർബലയിൽ ഹുസൈൻ തങ്ങളുടെ ഖബർ പൊളിച്ചത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും സിയാറത്തിന് വന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതിൽ തീരെ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. കാരണം മുഷ്രിക്കീങ്ങളാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ ചെയ്തത് എന്ന് ഇവർ തന്നെ എഴുതി വെച്ചു അൽ ഇത്തിഹാദിൽ, ഇവരുടെ പത്രത്തിൽ. അപ്പൊ ആ രൂപത്തിൽ ഇവര് സുന്നികളെ മുഷ്ടിക്കാക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളത് സുന്നത്ത് ജമാഅത്ത് പണ്ടേ മനസ്സിലാക്കിയതും ഇവർക്ക് ഇവരുടെ ആശയം നന്നായി ഓർമ്മയുള്ളതുമാണ്. അതുകൊണ്ട് ഇവര് ഒരിക്കലും ഈ അബ്ദുള്ള മൗലവിനെ തള്ളി പറയുന്നില്ല. ഇനി ഒരു വഹാബിനെ കൂടി ഞാൻ കൊണ്ടുവരാം. അയാൾ കൂടി പറഞ്ഞു കേട്ടിട്ട് ഒരു 10 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതിന് നല്ല ആൺകുട്ടികളായ വഹാബികൾ ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുകയാണ്. വഹാബികൾക്ക് ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി കേൾക്കുക. 10 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എനിക്ക് കിട്ടേണ്ടത്. അതിനു മുമ്പ് നമുക്ക് സുന്നികൾ മുസ്ലിക്കാണ് എന്ന് തന്നെ പച്ചയിൽ പറഞ്ഞത് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പൊ എന്തായി? ഇവർക്ക് തള്ളിപ്പറയാൻ കഴിയില്ല ഉറപ്പായല്ലോ. ഈ ചോലിനെ തള്ളാൻ വഹാബികൾക്ക് കഴിയൂല. ഇനി ഇവരുടെ AP അബ്ദുൽ ഖാദർ മൗലവി ഇവരുടെ അനിശ്ചിത നേതാവാണല്ലോ. ഈ AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകമായ ദൈവം ഖുർആനിൽ, ദൈവവിശ്വാസം ഖുർആനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, അതിന്റെ 47-ാമത്തെ പേജുകൾ നോക്ക്. അതിന്റെ 47-ാമത്തെ പേജ്, ദൈവവിശ്വാസം ഖുർആന്. ഈ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജ് അവിടെ പറയുന്നത് എന്താണ്? മക്കയിലുള്ള അബൂജഹലും അതുപോലെ തന്നെ അബൂലഹബും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അവര് പാർട്ട് ടൈം മുസ്ലിക്കുകളാണ്, ഫുൾ ടൈം ഇല്ല. എന്നാൽ സുന്നികൾ ഫുൾ ടൈം മുസ്ലിക്ക് എന്നാണ് അയാൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് പാർട്ട് ടൈം മുസ്ലിക്കുകൾ എന്ന് വിളിക്കാമെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഭൂരിപക്ഷം ഏകദൈവവാദികളെയും ഫുൾ ടൈം മുസ്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ എന്ന് വിളിക്കേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ ഫുൾ ടൈം മുസ്ലിക്കുകളാണ്. അപ്പൊ ഇത് അവരുടെ ആശയമാണ്. ഇത് അവർക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. ഈ പുസ്തകത്തിന് അവർ തള്ളി പറഞ്ഞിട്ടില്ല, ഈ പുസ്തകം അവർ പിൻവലിച്ചിട്ടില്ല. ഇന്നും അവരത് അവരുടെ സിദ്ധാന്തമായി പഠിപ്പിക്കുന്ന ആശയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും മുസ്ലിക്കാണ്. ഇവര് കുറച്ചാൾക്കാർ മാത്രമേ എന്തുള്ളൂ, മുവഹിദുകളായിട്ട് ഇവിടെ ഉള്ളൂ. അങ്ങനെ മുസ്ലിക്കാക്കി അങ്ങോട്ട് പോയാല് വഹാബികൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. ഒരു 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. കാരണം ഒരാളെ മുസ്ലിക്കാക്കി തള്ളുന്നത് അത്ര എളുപ്പമാണ്. പക്ഷെ അത് തള്ളിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അതിന് ഈ വഹാബികൾ മറുപടി പറഞ്ഞാൽ മതിയാവുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, മുസ്ലിക്കുകളായ സുന്നി മാതാപിതാക്കളുടെ അനന്തരം വഹാബികൾക്ക് ഹലാലാകുമോ? ഇന്നുള്ള എല്ലാ വഹാബികളെയും എടുത്തു നോക്ക്. അധികവും എല്ലാവരും തന്നെ വാപ്പാരുമാരും സുന്നികളായിക്കല്ലോ. വാപ്പാരുമാരും സുന്നികളായിരിക്കും. ആ സുന്നികളായ അതാണ് മുസ്ലിക്കീങ്ങളായിരിക്കും ഇവരുടെ ഭാഷയിൽ. ആ മുസ്ലിക്കീങ്ങളുടെ അനന്തരാണ് ഇവരെടുത്ത് തിന്നുന്നത്. ഒരു മുസ്ലിമിന് എങ്ങനെ മുസ്ലിക്കിന്റെ സ്വത്ത് അനുവദനീയമാവും? മൗലവിമാരെ, ഒരു മുസ്ലിമിന് മുസ്ലിക്കിന്റെ സ്വത്ത് അനുവദനീയമാവുമോ? പിന്നെ എങ്ങനെ നിങ്ങളത് ഭക്ഷിക്കുക? നിങ്ങൾക്കത് ഹറാമല്ലേ? ഹറാമി ഫന്നാറൗലാബിഹി എന്നല്ലേ? അപ്പോ നിങ്ങൾക്കത് അനുവദനീയമാവുമോ? കാരണം നിങ്ങളുടെ വിശ്വാസത്തിൽ അവർ മുസ്ലിക്കാണ്, മുസ്ലിക്കിന്റെ സ്വത്ത് നിങ്ങൾ എടുക്കുന്നുണ്ട്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്കത് അനുവദനീയമാകുമോ? രണ്ടാമത് ചോദ്യം, മരണപ്പെട്ടുപോയ മുസ്ലിക്കുകളായ സുന്നി മാതാപിതാക്കളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് അനുവദനീയമാ ഉണ്ടോ?
കാരണം മുഷ്രിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, മയ്യിത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കാറുണ്ട്. അനന്തരം നിങ്ങൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഈ ഊർജ്ജസ്വലമായ അതിതീക്ഷ്ണമായ തൗഹീദിന്റെ ഏകത്വത്തിന്റെ ആ ഒരു ഊക്കൊന്നും അവിടെ കാണാറില്ല. കാരണം അത് ഇങ്ങോട്ട് കിട്ടുന്ന കേസാണല്ലോ. അതിൽ അവിടെ തൗഹീദൊന്നും കാണാറില്ല. രണ്ടാമത്, മരണപ്പെട്ടു പോയ മുഷ്രിക്കായ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതിന്റെ വിധി എന്താ? 3, വഹാബികളെ, സുന്നി കുടുംബത്തിൽ നിന്നും നിങ്ങൾ വിവാഹം കഴിക്കുന്നത് കാണുന്നു. അത് നിങ്ങൾക്ക് അനുവദനീയമാണോ? കാരണം മുഷ്രിക്കീങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഖുർആൻ നസ്സായി പറഞ്ഞല്ലേ ഒരു മുഅ്മിന് മുശ്രിക്കത്ത് പറ്റൂലാന്ന്. ഒരു മുഅ്മിന് മുശ്രിക്കത്തിനെ നിക്കാഹ് ചെയ്തിരുന്നു ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ. നിങ്ങൾ മുഷ്രിക്കീങ്ങളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അനുവദനീയമാണോ? ഹറാമല്ലേ? ഇനി 3ാമത് ചോദ്യമാണ്. 4ാമത് ചോദ്യം, അങ്ങനെ വിവാഹം ചെയ്തതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് കടുത്ത വ്യഭിചാരമല്ലേ? അള്ളാഹു ഹലാലാക്കാത്ത രൂപത്തിൽ ഒരു പെണ്ണിനെ സ്വന്താക്കിയിട്ട് ആ പെണ്ണുമായി കൂടിച്ചേരുന്നത് മുഴുവനും ഹറാമല്ലേ, വ്യഭിചാരമല്ലേ? അപ്പൊ നിങ്ങൾ സുന്നി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുക, എന്നിട്ട് നിങ്ങൾ, കാരണം മുഷ്രിക്കത്താണ് നിങ്ങൾക്കറിയാം, അങ്ങനെ മുഷ്രിക്കീങ്ങളെ കല്യാണം കഴിച്ചിട്ട് ആ മുഷ്രിക്കീങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധങ്ങൾ പുലർത്തുക. അപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് ഹറാമല്ലേ? രണ്ടാമത്, കല്യാണം കഴിച്ചാൽ നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഹറാമല്ലേ? അത് വ്യഭിചാരമല്ലേ? 4 ചോദ്യമായി. ഇനി 5ാമത് ചോദ്യം, അങ്ങനെ വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ ജാരസന്തതികളല്ലേ? അള്ളാഹു അനുവദിക്കാത്ത രൂപത്തില് വിവാഹം ചെയ്താൽ അതിലൂടെ ജനിക്കുന്ന കുട്ടികൾ ജാരസന്തതിയാണെന്നുള്ളത് അഇമ്മത്ത് മുഴുവനും ഇത്തിഫാക്കായ വിഷയമല്ലേ? ഇബ്നു തൈമിയ്യക്ക് വരെ അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. അപ്പോ ആ ജാരസന്തതികളായ കുട്ടികളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? 5ാമത്തെ ചോദ്യം. 6, സുന്നികൾ അറുത്ത മാംസം സുന്നികളായ മുസ്ലിങ്ങളുടെ അറബുശാലകളിൽ നിന്നും മട്ടനും ബീഫും ചിക്കനും നിങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾക്ക് അനുവദനീയമാണോ വഹാബികളെ? അത് ഒരു മുസ്ലിക്ക് അറുത്ത ഭക്ഷണം ഒരു മുസ്ലിമിന് അനുവദനീയമാണോ? നിങ്ങൾ സുന്നികളായ ആളുകൾ അറക്കുന്ന വസ്തുക്കള് അത് എവിടെ നിന്നാണെങ്കിലും കിട്ടിയാൽ നിങ്ങൾ തട്ടൂലേ? അവിടെ നിങ്ങൾ തൗഹീദിന്റെ ഊർജ്ജം കാണാറില്ലല്ലോ. നിങ്ങൾ സ്റ്റേജുമേലുള്ള ആ ഊക്കൊന്നും അവിടെ കാണാറില്ലല്ലോ, മട്ടന്റെയും ബീഫിന്റെയും മുമ്പിൽ. വഹാബികളിൽ നിന്ന് നാളെ മുതൽ അറബുശാല തുടങ്ങിക്കോട്ടെ എല്ലാ സ്ഥലത്തും. കാരണം മുഷ്രിക്കീങ്ങൾ അർത്ഥമല്ലേ ഇപ്പൊ നാട്ടിൽ കിട്ടാനുള്ളൂ. അപ്പൊ 6 ചോദ്യം. ഇനി 7, മുഷ്രിക്കുകളായ സുന്നി ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിക്കുന്ന വഹാബികൾ, ഈ നിസ്കാരം നിങ്ങൾക്ക് അനുവദനീയമാവുമോ? സുന്നികളായ ഇമാമിയങ്ങളെ തുറന്ന് നിസ്കരിക്കാറുണ്ട് വഹാബികൾ, ആ നിസ്കാരം നിങ്ങൾക്ക് അനുവദനീയമാവുമോ? 8ാമത്തെ ചോദ്യം, അങ്ങനെ തുറന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഖളാ വീട്ടേണ്ടതില്ലേ? നിങ്ങൾ ഖളാ വീട്ടാറുണ്ടോ? എന്തുകൊണ്ട് വീട്ടാറില്ല? അല്ലെങ്കിൽ ഖളാ വീട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ അത് ഖളാ വീട്ടുന്നില്ല? ഇനി 9ാമത് ചോദ്യം, മുശ്രിക്കുകളായ സുന്നികളെ വിവാഹം ചെയ്തിട്ട് ആ വിവാഹത്തിലുണ്ടാകുന്ന മക്കള്, പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ കാണാനും തൊടലും അവരെ വിവാഹം ചെയ്ത് നിങ്ങൾക്ക് അനുവദനീയമാവുമോ? കാരണം അള്ളാഹു അനുവദിക്കാത്ത രൂപത്തിൽ ഒരു സ്ത്രീയെ സ്വന്തമാക്കിയാൽ അവരുമായി ബന്ധപ്പെടുന്നത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ ജാരസന്തതികളാണ്. ആ ജാരസന്തതികളെ ഉമ്മയിലേക്കാണ് ചേർത്തപ്പെടുക.
അതിൻ്റെ ഹുക്കുമുകളൊക്കെ ഉമ്മയായിട്ടാണ് ബന്ധപ്പെടുക. അതിനെ ഈ ഉപ്പ എന്ന് പേരിൽ പറയുന്ന ആൾക്ക് അതിനുവേക്ക് ആ കുട്ടിയേക്ക് അതിൽ ബന്ധമില്ല. ഇതല്ലേ ഇസ്ലാമിൻ്റെ നിയമം. വഹാബികളെ, നിങ്ങൾ മുഷ്ടിക്കാക്കി അങ്ങോട്ട് പോയാൽ മതി. ഇതിനൊക്കെ മറുപടി പറയണ്ടേ? മുഷ്ടിക്കാക്കാൻ നല്ല സുഖം ഉണ്ടാവും. മൈക്ക് കിട്ടിക്കുകയാണെങ്കിൽ മുഷ്ടിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഘോരമായി പ്രസംഗിക്കാൻ സുഖം ഉണ്ടാവും. പക്ഷെ ഇതിന് മറുപടി പറയണം. നിങ്ങൾക്ക് ആ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാറില്ലേ? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ വിവാഹം ചെയ്ത് കൊടുക്കുക? നിങ്ങൾ ആ കുട്ടീൻ്റെ വാപ്പയാണോ? നിങ്ങൾക്ക് ആ കുട്ടിയെ കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? നിങ്ങളുടെ കുട്ടിയാണോ അത്? 9, 10. നിങ്ങള് സുന്നികളായ മുസ്ലിക്കീങ്ങളെ മറവ് ചെയ്യപ്പെടുന്ന ശ്മശാനത്തിലാണ് നിങ്ങളും പോകാറുള്ളത്. സുന്നികളായ മുസ്ലിക്കീങ്ങൾ കിടക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ചുടലെ പോയി കിടക്കുക വഹാബികളെ? നിങ്ങൾക്ക് മുസ്ലിക്കാക്കാൻ നല്ല സുഖമുണ്ടല്ലോ. ഈ മുസ്ലിക്കീങ്ങൾ കിടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ കിടക്കുന്നത്. ഒരു മുസ്ലിമിനെ മറവ് ചെയ്യേണ്ടത് ഫീ മക്കാബിരിൽ മുസ്ലിമീന്നല്ലേ? മുസ്ലിമീങ്ങളെ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്താണോ അവനെ മറവ് ചെയ്യേണ്ടത്? മുസ്ലിക്കീങ്ങളുടെ അല്ല കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയണം. 10 ചോദ്യത്തിന് മറുപടി. ഓക്കെ, നല്ല ആൺകുട്ടികളുണ്ടെങ്കിൽ ഓരോന്ന് എണ്ണീറ്റ് മറുപടി പറ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ വഹാബികളുടെ ശറിൽ നിന്ന് സമുദായത്തിനെ കാക്കട്ടെ. ഈ ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.